മറ്റു വാർത്തകളിലേക്ക്. കനത്ത മഴയിൽ സംസ്ഥാനത്തെ പല ഡാമുകളും തുറന്നത് വേണ്ടത്ര മുന്നറിയിപ്പില്ലാതെ. റെഡ് അലേർട്ട് പോലും നൽകാതെയാണ് ശബരിഗിരി തുറന്നത്. ഇത് പത്തനംതിട്ട ജില്ലയിലെ വിവിധ മേഖലകളെ പ്രളയത്തിലാക്കി. ജനങ്ങൾക്ക് വേണ്ടത്ര തയ്യാറെടുപ്പ് നടത്താനും കഴിഞ്ഞില്ല. വയനാട്ടിലെ ബാണാസുര സാഗർ തുറന്നത് ജില്ലാ കലക്ടർ പോലും അറിഞ്ഞില്ല എന്ന കാര്യം നേരത്തെ ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്തിരുന്നു. വിവരങ്ങളുമായി അശ്വിൻ വല്ലത്തും TG സജിത്തും ചേരുന്നു വിവിധയിടങ്ങളിൽ നിന്നായി. ആദ്യം അശ്വിനിലേക്ക്. അശ്വിൻ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ ഏറ്റവും വലിയ ദുരന്തമുണ്ടാക്കിയത് ബാണാസുര സാഗറിന്റെ കാര്യമാണ്. അത് ആ ദിവസങ്ങളിൽ തന്നെയും അശ്വിൻ അവിടെ നിന്ന് വിശദമായി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. അവിടുത്തെ ആളുകൾ വലിയ പ്രതിഷേധത്തിലുമായിരുന്നു ജില്ലാ ഭരണകൂടവുമായിട്ടൊക്കെ അവരോടൊക്കെ. ഇപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഈ പ്രളയാനന്തരം കാര്യങ്ങളൊന്ന് ഒതുങ്ങി വരുന്ന സമയത്ത് അത് വിശദമായി തന്നെ പരിശോധിച്ചിട്ടുണ്ടാകും. എന്തൊക്കെ വിവരങ്ങളാണ് അവിടെ നിന്ന് അതുമായി ബന്ധപ്പെട്ടുള്ളത്? സനീഷ്, 9-ാം തീയതി ഡാമിന്റെ ഷട്ടറുകൾ 290 സെന്റിമീറ്റർ തുറക്കുന്നു. ഒരു മുന്നറിയിപ്പുമില്ലാതെ അർദ്ധരാത്രിയിൽ 9-ാം തീയതി അർദ്ധരാത്രിയിൽ ഡാമിന്റെ ഷട്ടറുകൾ 290 സെന്റിമീറ്റർ തുറക്കുന്നു. 5 പഞ്ചായത്തുകളെ ഇത് നേരിട്ട് ബാധിക്കുന്നു. നേരിട്ട് വയനാട് ജില്ല ഒരു കാലത്തും കാണാത്ത തരത്തിലുള്ള പ്രളയം ഉണ്ടാവുന്നു. വീടുകൾ, സാധനങ്ങൾ എടുത്തു മാറ്റുന്നതിന് പോലും സമയം ലഭിക്കാതെ വീടുകൾ മുങ്ങിപ്പോകുന്നു. ഈ ഒരു അവസ്ഥയിൽ വലിയൊരു പ്രതിഷേധം തന്നെയായിരുന്നു വയനാട് ജില്ലയിൽ ആകെ ഉണ്ടായി വന്നത്. ഇടതുപക്ഷത്തെ തന്നെ MLA-മാർ വരെ ഇതിനെതിരെ KSEB നടപടിക്കെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തി. നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ മന്ത്രി MM മണി KSEB ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന ഒരു നിലപാടുമായി രംഗത്തെത്തുന്നതും കണ്ടു. എന്നാൽ തൊട്ടടുത്ത ദിവസം തന്നെ ഈ കാര്യം വ്യക്തമായതിനെ തുടർന്ന് മന്ത്രി ഇക്കാര്യം പരിശോധിക്കുമെന്ന് വന്നു. ഇത്തരത്തിൽ നമ്മൾ തുടക്കം മുതലേ റിപ്പോർട്ട് ചെയ്തു വരുന്ന ഒരു കാര്യമാണ്. 4 പഞ്ചായത്തുകളെ ആകെ ഈ KSEB അധികൃതരുടെ യാതൊരു ഉത്തരവാദിത്വവുമില്ലാതെ നടത്തിയ ഈ ഡാമിന്റെ ഷട്ടറുകൾ തുറക്കുന്ന ഈ നടപടി നേരിട്ട് ബാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കാര്യമാണ് പ്രളയാനന്തരം സ്വാഭാവികമായി വീണ്ടും ചർച്ചയ്ക്ക് വരുന്നത്. അന്ന് തന്നെ ഈ പ്രദേശത്തുള്ളവർ ഇക്കാര്യത്തിൽ ഈ ഡാം അധികൃതർക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കാൻ ഒരുങ്ങിയിരുന്നു. അവർ ഏതായാലും മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വിവിധ സംഘടനകളും ഇക്കാര്യം ഉന്നയിച്ചുകൊണ്ട് മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ 3 കാര്യങ്ങളാണ് പ്രധാനമായും ഈ പ്രദേശത്തുള്ളവർ ചൂണ്ടിക്കാട്ടുന്നത്. ഈ ശക്തമായി മഴ തുടരുന്ന സാഹചര്യത്തിലും വയനാട് ജില്ലയിൽ 3 ഘട്ടങ്ങളിലായാണ് മഴ പെയ്തത്. ശക്തമായ മഴ ഉണ്ടായിരുന്നു. ഇതിൽ 1-ാം തീയതി മുതൽ 8-ാം തീയതി വരെ ഈ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിലും പരമാവധി ലെവൽ എത്തുന്നത് വരെ, അതായത് ഡാമിന്റെ സംഭരണ ശേഷി പരമാവധി എത്തുന്നത് വരെ എന്തിന് ഷട്ടറുകൾ തുറക്കാതെ KSEB അധികൃതർ ഈ ലെവൽ മെയിൻറ്റെയിൻ ചെയ്തു എന്നുള്ളതാണ് ഇവർ ഉന്നയിക്കുന്ന ഒന്നാമത്തെ ചോദ്യം. അല്പാൽപമായി വെള്ളം മുൻപേ ഒഴുക്കിവിടാമായിരുന്നു എന്നുള്ള കാര്യം അവർ പറയുന്നുണ്ട്. എന്നാൽ കൂടി ഒരു അടിയന്തര സാഹചര്യം വരുന്ന സമയത്ത് ഈ KSEB അധികൃതരുടെയും ഡാം സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും ഒക്കെ കയ്യിൽ ഈ വൃഷ്ടി പ്രദേശത്ത് പെയ്യുന്ന മഴയുടെ കണക്കുണ്ട്. ഇങ്ങനെ ഒരു അടിയന്തര സാഹചര്യം വരും എന്നുള്ള ഒരു സാധ്യതയുണ്ട്. ഇത് റവന്യൂ അധികൃതരെയോ ജില്ലാ കലക്ടറെയോ എന്തുകൊണ്ട് അറിയിച്ചില്ല, ഈ കാര്യത്തിൽ ജനങ്ങൾക്ക് എന്തുകൊണ്ട് മുന്നറിയിപ്പ് നൽകിയില്ല എന്നുള്ള കാര്യവും വരുന്നു. ഇത് കഴിഞ്ഞ് ഇതിന് 3-ാമത്തെ ഘട്ടത്തിൽ ഡാം തുറന്നുവിട്ട സമയത്ത് ഈ ഡാമിൽ ഉണ്ടായിരുന്ന 5 സ്പീഡ് ബോട്ടുകളിൽ ഒരെണ്ണം പോലും രക്ഷാപ്രവർത്തനത്തിന് വിട്ടുകൊടുത്തില്ല എന്നൊരു ആക്ഷേപമായിരുന്നു. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ അർദ്ധരാത്രിയിൽ ഡാം തുറന്ന സമയത്ത് 5 പഞ്ചായത്തുകൾ വെള്ളത്തിനടിയിലാവുന്ന ഒരു അവസ്ഥയിൽ ഈ അർദ്ധരാത്രിയിലാണ് സംഭവിക്കുന്നത്. രക്ഷാപ്രവർത്തനത്തിന് യാതൊരു മാർഗവുമില്ല, നേവി എത്തിയിട്ടില്ല, ഒരു സൗകര്യവുമില്ല. ഈ സമയത്ത് ഈ ഡാമിൽ ഹൈഡൽ ടൂറിസത്തിനായി ഉപയോഗിക്കുന്ന 5 സ്പീഡ് ബോട്ടുകളിൽ ഒരു ബോട്ട് പോലും വിട്ടുകൊടുത്തില്ല. നാട്ടുകാരോട് ഒട്ടും തന്നെ ഉത്തരവാദിത്വമില്ലാത്ത സമീപനമാണ് KSEB അന്ന് കാണിച്ചത്. എങ്ങനെയുള്ള ഈ 3 കാര്യങ്ങൾ ഉയർത്തിയാണ് ഇപ്പോൾ നാട്ടുകാർ പ്രക്ഷോഭത്തിന് ഒരുങ്ങുന്നത്. ഏതായാലും ഈ പ്രളയം ഒന്ന് വിട്ടു നിൽക്കുന്ന ഈ ഒരു അവസ്ഥയിൽ ഇത് ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് സനീഷ്. അതാണ് ഈ അശ്വിൻ, ഇത് ജില്ലാ കളക്ടർ പോലും അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത്തരം സന്ദർഭങ്ങളിൽ പാലിക്കേണ്ടുന്ന കാര്യങ്ങൾ ഉണ്ടാകുമല്ലോ. റവന്യൂ ഉദ്യോഗസ്ഥരെയും കലക്ടറെയും ഒക്കെ അറിയിക്കുക, അതിനുശേഷം മാത്രം തുറക്കുക എന്നതൊക്കെ സ്വാഭാവികമായിട്ട് സാങ്കേതികമായിട്ട് പാലിക്കപ്പെടേണ്ടുന്ന കാര്യങ്ങളാണല്ലോ. അതുണ്ടാകാത്തതിന് ഇനിയെങ്കിലും അവർക്ക് കാരണം ബോധിപ്പിക്കേണ്ടി വരികയില്ലേ? ആ തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കേണ്ടതായ സാഹചര്യം മുന്നിലില്ലേ? തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയായിരിക്കും മണി ഒരൊറ്റ ദിവസം കൊണ്ട് നിലപാട് മാറ്റേണ്ടി വന്നത്. ആദ്യ ദിവസം KSEB ഉദ്യോഗസ്ഥന്മാരെ സംരക്ഷിക്കുന്ന തരത്തിൽ യാതൊരു സുരക്ഷാ വീഴ്ചയും അവിടെ ഉണ്ടായിട്ടില്ല. എല്ലാ മുൻകരുതലുകളും നൽകിയിരുന്നു, എല്ലാ മുന്നറിയിപ്പുകളും നൽകിയിരുന്നു തുടങ്ങിയ വാദങ്ങൾ മന്ത്രി MM മണി നടത്തിയിരുന്നെങ്കിലും പിന്നീട് തൊട്ടടുത്ത ദിവസം മാധ്യമപ്രവർത്തകരെ കാണുന്ന സമയത്ത് മന്ത്രി MM മണി തന്നെ തന്റെ വാദങ്ങളെല്ലാം പിൻവലിച്ചു. എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കുമെന്ന് മന്ത്രിക്ക് തന്നെ പറയേണ്ടി വന്നു. ഇക്കാര്യത്തിൽ സ്ഥലം വില്ലേജ് ഓഫീസർ, പടിഞ്ഞാറത്തറ വില്ലേജ് ഓഫീസർ
കമ്മീഷണർ ടി.പി. പ്രസാദ് തന്നെ നമ്മളുമായി ആദ്യ ദിവസങ്ങളിൽ സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന് ഡാം തുറക്കുന്നതുമായി ബന്ധപ്പെട്ട യാതൊരു മുന്നറിയിപ്പും ലഭിച്ചിരുന്നില്ല. അതായത് വില്ലേജ് ഓഫീസറാണ് ഈ കാര്യത്തിൽ മുന്നറിയിപ്പ് നൽകേണ്ട ഏറ്റവും പ്രാഥമികമായ ഘടകം. അപ്പോൾ ഈ പ്രദേശത്തെ വില്ലേജ് ഓഫീസർ പോലും അറിയാതെ, സ്ഥലം ജില്ലാ കളക്ടർ പോലും അറിയാതെയാണ് ഡാം സുരക്ഷാ അധികൃതർ ഇത്തരമൊരു നടപടിയിലേക്ക് എത്തിയത് എന്നത് ഈ വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. തീർച്ചയായും റവന്യൂ ഞാൻ തിരിച്ചു വരാം അശ്വിൻ താങ്കളിലേക്ക്. ഇപ്പോൾ ടി.ജി. സജിത്ത് കൂടെ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. സജിത്ത്, ഇവിടെ ബാണാസുര സാഗറിൽ മാത്രമല്ല മറ്റുള്ളിടങ്ങളിലും പലയിടങ്ങളിൽ ഈ ഡാം തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് വേണ്ട കാര്യങ്ങളൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല എന്ന ആക്ഷേപം, വിമർശം ശക്തമായിട്ട് തന്നെ വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും പ്രളയമൊന്ന് ഒതുങ്ങിയതിനു ശേഷം ആ കാര്യങ്ങൾ വിശദമായി തന്നെ ചർച്ച ചെയ്യപ്പെടുകയും വിശകലനം ചെയ്യപ്പെടുകയും ചെയ്യുമല്ലോ. ഏത് നിലക്കായിരിക്കും സർക്കാർ സംവിധാനങ്ങൾ ഇക്കാര്യങ്ങളെ കാണുക? സനീഷ്, സർക്കാർ നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ വിവാദവുമായി ബന്ധപ്പെട്ട്. കാരണം പ്രളയ ദുരിതം അതൊന്നും അടങ്ങിയതിനു ശേഷം സർക്കാരിനെ കാത്തിരിക്കുന്ന വെല്ലുവിളിയാണിത്. കാരണം ബാണാസുരയ്ക്ക് പുറമെ മറ്റു പല ഡാമുകളിലും ഇതേ പ്രതിസന്ധി, ഇതേ ജാഗ്രത കുറവ് പ്രകടമായി എന്നതാണ് ഉയരുന്ന ആരോപണം. അതിന് കൃത്യമായ ചില ആരോപണങ്ങൾ ശരിവെക്കുന്ന ചില തെളിവുകളുമുണ്ട്. ജനപ്രതിനിധികളടക്കം ചൂണ്ടിക്കാണിക്കുന്നതും അങ്ങനെയാണ്. ഉദാഹരണമായിട്ട് ശബരിഗിരി പദ്ധതിയിലെ വെള്ളം പമ്പാറ്റിൽ ജലനിരപ്പ് ഉയരുന്നതിന് കാരണമായി ഈ വെള്ളം തുറന്നുവിട്ടതിനെ തുടർന്നാണ് ചെങ്ങന്നൂർ, റാന്നി, തിരുവൻവണ്ടൂർ തുടങ്ങിയൊക്കെ മേഖലകളിൽ വലിയ രീതിയിലുള്ള വെള്ളപ്പൊക്കം അനുഭവപ്പെടുന്നതിന് ഇടയാക്കിയത്. പക്ഷേ ഈ മേഖലകളിലൊന്നും ഒരു മുന്നറിയിപ്പ് ഉണ്ടായില്ല എന്നതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ആരോപണം. അതായത് റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ റാന്നി അടക്കമുള്ള ഇടങ്ങളിൽ വെള്ളം പൊങ്ങിയെത്തുന്ന സ്ഥിതിയുണ്ടായി. അതായത് ഡാം തുറന്നുവിട്ടു. കൃത്യമായ ഒരു മുന്നറിയിപ്പ് ഈ ബാണാസുര ഡാമിന് പുറമെ ശബരിഗിരി പദ്ധതിയിലും ഉണ്ടായില്ല. ഇതാണ് വലിയ രീതിയിലുള്ള ഒരു വിമർശനം ഉയരുന്നത്. ഇടുക്കി പദ്ധതി സംബന്ധിച്ചും ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്. കാരണം ചെറുതോണി ഡാം കൃത്യമായ മുന്നറിയിപ്പ് നൽകിയാണ് തുറന്നു വിട്ടതെങ്കിൽ കൂടിയും നേരത്തെ അത് ഒരു ജാഗ്രത കാട്ടി ഒരു ഘട്ടത്തിലെങ്കിലും തുറന്നു വിട്ടിരുന്നെങ്കിൽ, മുമ്പൊരു ഘട്ടത്തിൽ തുറന്നു വിട്ടിരുന്നെങ്കിൽ ഇത്ര അധികം പ്രതിസന്ധി ഉണ്ടാവില്ല എന്ന തരത്തിലുള്ള വിമർശനം ഉയരുന്നുണ്ട്. ആലുവ മേഖലയിലെ ജനപ്രതിനിധികളൊക്കെ ഈ വിഷയങ്ങൾ മുമ്പ് ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും പ്രളയ ദുരിതം ഒന്നടങ്ങിയ സാഹചര്യത്തിൽ ഇത് ചർച്ചയാവുകയാണ്. ഇന്നലെ പ്രതിപക്ഷം സർവകക്ഷി യോഗത്തിൽ ഈ വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണമാണ് ആവശ്യപ്പെടുന്നത്. ഒരു നിമിഷം ടി.ജി. സജിത്ത്, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, കോൺഗ്രസ് നേതാവ് MP, അദ്ദേഹം ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി അങ്ങോട്ട് നമുക്ക് പറ്റിയ വീഴ്ചകളെ കുറിച്ച് വിശകലനം ചെയ്യേണ്ടതായി വരുമല്ലോ. ഇവിടെ അണക്കെട്ടുകൾ തുറന്നുവിട്ടതിൽ എല്ലായിടത്തും വേണ്ട രീതിയിലുള്ള മുന്നറിയിപ്പുകൾ നൽകിയിട്ടില്ല എന്ന ആക്ഷേപം നല്ല ശക്തമാണ്. താങ്കൾക്ക് തന്നെയും അറിയാവുന്നതാണ്. ഏത് നിലക്ക് കാണണം ഇതിനെ? ഹലോ കൊടിക്കുന്നിൽ, താങ്കൾ കേൾക്കാമെങ്കിൽ, ഈ അണക്കെട്ടുകൾ വേണ്ട സുരക്ഷാ മുന്നറിയിപ്പുകൾ ഇല്ലാതെയാണ് തുറന്നുവിട്ടത് എന്ന ആക്ഷേപം ശക്തമായി തന്നെയുണ്ട്. ആ ആക്ഷേപം സാങ്കത്യമുള്ളതാണോ? തീർച്ചയായിട്ടും ഈ ദുരന്തത്തിന്റെ ഒന്നാമത്തെ പ്രതി സർക്കാർ തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയമില്ല. ഈ സംഭവത്തെക്കുറിച്ച്, ഈ അണക്കെട്ട് തുറക്കുന്നതിന് മുമ്പുണ്ടായ ഡാമിലെ ജലനിരപ്പിന്റെ ഉയർച്ചയെ സംബന്ധിച്ചും അതുമായി ബന്ധപ്പെട്ട് ഡാം തുറക്കേണ്ടി വന്ന സാഹചര്യത്തെക്കുറിച്ചുള്ള ഒരു സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട്, ഹൈക്കോടതി സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ടൊരു ഉന്നതതല അന്വേഷണം, ഒരു ജുഡീഷ്യൽ അന്വേഷണം തന്നെ ആവശ്യമായി വന്നിരിക്കുകയാണ്. തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് എടുക്കേണ്ട യാതൊരു മുൻകരുതലും സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു മെഷറിയും അതിനുവേണ്ടി പ്രവർത്തിച്ചില്ല എന്നുള്ളതാണ്. ഇത് സംസ്ഥാന ജലവിഭവ വകുപ്പും അതോടൊപ്പം തന്നെ വൈദ്യുതി ബോർഡും അതോടൊപ്പം തന്നെ റവന്യൂ ഇവരെല്ലാം കൂടി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ഡാം തുറക്കുന്നത്. കാരണം ആ ഡാം തുറക്കുമ്പോൾ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട വിഷയമുണ്ട്. അതുപോലെ വെള്ളത്തിന്റെ കൂടുതൽ തുറക്കുന്നത് അത് ജലവിഭവ വകുപ്പുമായിട്ടുള്ള എന്ത് വിഷയമാണ്. അതുപോലെ തന്നെ ഈ നദികളുടെ കരകളിൽ താമസിക്കുന്നവരെ മാറ്റിപ്പാർട്ടിയുമായി ബന്ധപ്പെട്ട ജില്ലാ ഭരണകൂടമാണ്, അത് റവന്യൂ ആണ്. അപ്പൊ ഈ വകുപ്പുകളുമായി തമ്മിൽ കോർഡിനേഷൻ ഉണ്ടായിട്ടുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട് ഇവർ ഒരുമിച്ചിരുന്ന് ഉന്നതതല ചർച്ചകൾ നടത്തിയിട്ടുണ്ടോ? ഇതിന്റെ ഡാം തുറക്കുന്നതിന് മുമ്പായി, ഷട്ടറുകൾ തുറക്കുന്നതിന് മുമ്പായി, ഉയർത്തുന്നതിന് മുമ്പായി എടുക്കേണ്ട നടപടികൾ എടുത്തിട്ടുണ്ടോ? മുൻകരുതൽ നടപടികൾ എടുത്തിട്ടുണ്ടോ? വെള്ളം എത്രമാത്രമാണ് ഡാമിൽ വന്നത്, അത് എത്രമാത്രം വെള്ളം കുറയ്ക്കണം, ഇതിനെക്കുറിച്ച്, അല്ലെങ്കിൽ വെള്ളം ഡാമിൽ ഉയർന്നു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കുറേശ്ശെ വെള്ളം തുറന്നു വിടുന്നതിന് പകരം ഒരുമിച്ച് ഷട്ടറുകൾ 5 ഷട്ടറുകൾ തുറക്കുക, വെള്ളം കടത്തിവിടുക, ആ നാട്ടുകാർക്ക് മുന്നറിയിപ്പ് നൽകാതിരിക്കുക. ആരാണ് ഇതിന് ഉത്തരവാദി? ഇതിന് ഉത്തരവാദി പൂർണ്ണമായി സർക്കാർ തന്നെയാണ് ഉത്തരവാദി. യാതൊരു സംശയവുമില്ല. സർക്കാർ ഉണർന്നു പ്രവർത്തിച്ചിരുന്നെങ്കിൽ സർക്കാർ ഇത് ഒരു അവഗാഢമായ ഒരു ചർച്ചയ്ക്ക് വിധേയമാക്കിക്കൊണ്ട് വിവിധ വകുപ്പുകളുടെ എക്സ്പേർട്ടുകൾ ഉൾപ്പെടെയുള്ള ഒരു ചർച്ച നടത്തി തീരുമാനങ്ങൾ എടുത്ത് നടപ്പാക്കിയിരുന്നതിൽ ഈ വലിയൊരു ദുരന്തം
നമുക്ക് ഒഴിവാക്കാമായിരുന്നു. ഒരു നിമിഷം ശ്രീ കൊടുക്കുന്നു സുരേഷ്, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ഡാം സേഫ്റ്റി അതോറിറ്റി ചെയർമാൻ ശ്രീ ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായർ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനുണ്ട്. ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായർ, ഇവിടെ ഈ തരത്തിൽ സുരക്ഷാ മുന്നറിയിപ്പുകൾ വേണ്ട തോതിൽ കൊടുക്കാതെയാണോ ഡാമുകൾ തുറന്നത്? അങ്ങനെ വളരെ പെട്ടെന്ന് തുറക്കേണ്ടുന്ന സാഹചര്യമായിരുന്നോ നമുക്ക് മുന്നിൽ ഉണ്ടായിരുന്നത്? ഈ ഘട്ടത്തിൽ ഇനി അങ്ങോട്ട് അത് വിശകലനം ചെയ്യുമ്പോൾ നമ്മുടെ കുഴപ്പങ്ങളായിട്ടാണോ ഇക്കാര്യങ്ങളെ കാണേണ്ടത്? ബാണാസുര സാഗറിനെ കുറിച്ച് റിപ്പോർട്ട് വന്നപ്പോൾ ഞാൻ ആ എഞ്ചിനീയറെ വിളിച്ച് ചോദിച്ചു, ജനങ്ങളെ അറിയിക്കുകയാണ് തുറന്നതെന്ന്. ജൂലൈ 15 മുതൽ ഓഗസ്റ്റ് 5 വരെ 3 ആഴ്ചത്തോളം തുറന്നു കിടന്ന ഡാമാണ് ബാണാസുര സാഗർ. അത് കരാമൺ തോട്ടിലുള്ള ഡാമാണ്. അത് പിന്നെ പനമരം, പിന്നെ കബനി നദിയിലേക്ക് ഒഴുകുന്ന പുഴയാണ്. അത് ഓഗസ്റ്റ് 7 തീയതി ശക്തമായ മഴ പെയ്തതിനെ തുടർന്ന് ബാണാസുര സാഗറിലെ വെള്ളം ഉയർന്നപ്പോൾ ജില്ലാ കളക്ടറെ അറിയിച്ച് അദ്ദേഹത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് ആ സ്റ്റേജ് വൈസ് ഷട്ടറിന്റെ ഉയർത്തിയത് ജില്ലാ കളക്ടറുടെ അനുവാദത്തോടെയും നിർദ്ദേശത്തോടെയാണെന്നാണ് എഞ്ചിനീയർ എന്നോട് പറഞ്ഞത്. മറ്റൊന്ന്, 3 ആഴ്ച പുഴയിൽ വെള്ളം ഒഴുകിക്കൊണ്ടിരുന്ന പുഴയിൽ ശക്തമായ മഴ പെയ്യുമ്പോൾ അവിടെ വെള്ളം ഉയരും എന്നുള്ളത് ഈ സാധാരണ ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാം, ജനങ്ങൾക്കും അറിയാം. പക്ഷെ പലരും മാറാൻ വൈമുഖ്യം കാണിക്കുന്ന അവരുടെ വീട്ടിലെ വിലപിടിപ്പുള്ള സാധനങ്ങളെല്ലാം ഇട്ട് പോകാൻ മടിച്ചു. നമ്മൾ കണ്ടു ഇപ്പോൾ ഒരു തരം വെള്ളത്തിലായ വീടിൽ നിന്ന് പോലും ആൾക്കാർ ഒഴിഞ്ഞു മാറാൻ തയ്യാറാകാത്ത സ്ഥിതിവിശേഷമാണ് നമ്മുടെ നാട്ടിൽ. അപ്പൊ ഇതെല്ലാം ആരുടെങ്കിലും തല കുറ്റം ചാരാവുന്നല്ലാതെ ഈ പ്രകൃതി ദുരന്തത്തിനകത്ത് ചെയ്യാവുന്നതെല്ലാം ചെയ്തു. ഏറ്റവും വലിയ ദുരന്തം ഇതൊന്നും അല്ലായിരുന്നു ഉണ്ടാകാമായിരുന്നത്. ഡാം തുറന്നില്ലായിരുന്നു, വെള്ളം ഡാമിന്റെ സമ്മർദ്ദം കൂടി ഡാമുകൾ ഏതെങ്കിലും പൊട്ടിയിരുന്നെങ്കിൽ വലിയ ദുരന്തം ഉണ്ടായേനെ. അത് അവോയ്ഡ് ചെയ്തതാണ് വലിയ നേട്ടം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഡാം അതോറിറ്റിയെ സംബന്ധിച്ചത്. അതാണ് ശ്രീ കൊടിക്കുന്ന് സുരേഷ്, ആ നിലക്ക് കൂടെ കാണേണ്ടതല്ലേ ഈ കാര്യങ്ങൾ? അതായത് നമ്മുടെ ഒരു നൂറ്റാണ്ടിനകത്ത് ഉണ്ടാകാത്ത അതിഗുരുതരമായുള്ള പ്രതിസന്ധിയാണ്, പ്രശ്നമാണ് നമുക്ക് മുന്നിൽ ഉണ്ടായത്. ഇത് അപ്പോഴെങ്കിലും തുറന്നില്ലായിരുന്നെങ്കിൽ ഇതേക്കാൾ വലിയ ദുരന്തമുണ്ടായേനെ. ബാണാസുര സാഗറിന്റെ കാര്യത്തിലാണെങ്കിൽ അദ്ദേഹം പറയുന്നത് ശരിയാണെങ്കിൽ കളക്ടറെ അറിയിച്ചിട്ടുണ്ട്. നേരത്തെ 5 ദിവസമോ 10 ദിവസമോ മറ്റോ തുറന്നു വിട്ടിരുന്നു. പോരാത്തതിന് ആളുകൾ ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാവുകയില്ല എന്ന് കരുതി മാറാൻ വൈമുഖ്യം കാണിച്ചത് കൊണ്ടുണ്ടായ ബുദ്ധിമുട്ടുകളല്ലാതെ ഡാം സേഫ്റ്റി ഭാഗത്ത് നിന്ന് വലിയ കുഴപ്പമുണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ടെലിഫോൺ ലൈനിലില്ല. ശ്രീ ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ, ഇവിടെ കളക്ടറെ അറിയിച്ചില്ല ബാണാസുര സാഗറിന്റെ കാര്യത്തിൽ എന്നതാണ് അവിടെ നിന്ന് വരുന്ന വിവരങ്ങൾ, വാർത്തകൾ. അത് സംബന്ധിച്ച് പൂർണ്ണമായിട്ട് കളക്ടർ തന്നെയും സ്ഥിരീകരിക്കേണ്ടതുണ്ട്. പക്ഷേ എങ്കിൽ തന്നെയും അവിടെ വേണ്ടത്ര അറിയിപ്പുകൾ ഉണ്ടായില്ല. ഇങ്ങനെ വേണ്ട അറിയിപ്പുകൾ കൊടുക്കാത്തത്, അങ്ങനെയാണ് ചെയ്തതെന്നല്ല, അങ്ങനെ കൊടുക്കാൻ പറ്റാത്ത അത്ര വലിയ ഗുരുതരമായ സാഹചര്യമായിരുന്നു ഇത്തവണ, അങ്ങനെയല്ലേ താങ്കൾ പറയുന്നത്? അദ്ദേഹം ടെലിഫോൺ ലൈനിലില്ല. സജിത്ത്, ഇതായിരിക്കും സ്വാഭാവികമായിട്ടും ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ പറഞ്ഞതായിരിക്കും സ്വാഭാവികമായിട്ടും സർക്കാരിനും പറയാനുണ്ടാകുന്ന കാര്യം. അതായത് 100 വർഷത്തിനിടയിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത പ്രതിസന്ധിയാണ്, പ്രളയമാണ് ഉണ്ടായത്. അപ്പോൾ തുറന്നു വിട്ടില്ലായിരുന്നെങ്കിൽ ഡാം തകർന്ന് ബുദ്ധിമുട്ടുകൾ ഉണ്ടായേനെ. വേണ്ട രീതിയിൽ അപ്പോൾ ഇതുപോലുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തതിനു ശേഷമാണ് ഞങ്ങൾ തുറന്നു വിട്ടത്. ഇത്രയും കാര്യമായിരിക്കും സർക്കാരിന്റെ ഭാഗത്ത് വരിക. രാഷ്ട്രീയമായിട്ടുള്ള വിമർശനങ്ങൾ മാത്രമായിട്ട് മറ്റുള്ളവയെ കണ്ടാൽ മതിയാകുമോ? ഈ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യമെന്നതിലൊക്കെ പ്രതിപക്ഷം ഉറച്ചു നിൽക്കുകയാണോ ചെയ്യുക? തീർച്ചയായും ജുഡീഷ്യൽ അന്വേഷണ ആവശ്യത്തിൽ പ്രതിപക്ഷം ഉറച്ചു നിൽക്കും. അല്പസമയത്തിനുള്ളിൽ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അപ്പോൾ ഈ വിഷയത്തിൽ ഊന്നിയുള്ള ഒരു നിലപാടിലേക്ക് പ്രതിപക്ഷം പോകുന്നതിന്റെ സൂചനയാണിത്. ഇന്നലെ KPCC യോഗത്തിലൊക്കെ ഈ ഒരു വിഷയത്തിൽ സർക്കാരിനെതിരെ നീങ്ങണം എന്ന ഒരു പൊതു അഭിപ്രായം ഉയർത്തുന്നുണ്ട്. സ്വാഭാവികമായും ഇക്കാര്യത്തിൽ സർക്കാരിനൊരു വിശദീകരണം എന്തായാലും നൽകേണ്ടി വരും. സനീഷ് സൂചിപ്പിച്ച പോലെ സർക്കാരിന്റെ നിലപാടതാണ്. KSEB നേരത്തെ വിശദീകരിച്ചത് അങ്ങനെയാണ്. സംസ്ഥാനത്ത് അസാധാരണമായൊരു സാഹചര്യം ഉണ്ടായി. മുൻകാലങ്ങളിൽ ഉണ്ടാകുന്ന പോലെ കൃത്യമായ എല്ലാ മുന്നറിയിപ്പ് സംവിധാനങ്ങളും നടപടിക്രമങ്ങളും പാലിച്ച് സാഹചര്യം നേരിടുന്ന സ്ഥിതിവിശേഷമായിരുന്നില്ല സംസ്ഥാനത്തുണ്ടായത് എന്നതാണ് സർക്കാരിന്റെ നിലപാട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ശബരിഗിരി പദ്ധതിയിലടക്കം മുന്നറിയിപ്പ് നൽകുന്നതിൽ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. അതൊരു പക്ഷേ KSEBയുടെ വിശദീകരണം സാഹചര്യം അങ്ങനെയായിരുന്നു എന്നുള്ളതായിരിക്കും. പക്ഷേ എന്തായാലും ജനങ്ങൾക്ക് വെള്ളപ്പൊക്കം ഇത്രയധികം ഉയരും എന്ന മുന്നറിയിപ്പ് ലഭിച്ചില്ല എന്നത് വസ്തുതയാണ്. അത് ഏത് ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണെങ്കിലും അതാണ് സ്ഥിതിവിശേഷം ഇത്ര കണ്ട് രൂക്ഷമാക്കിയത്. ജനപ്രതിനിധികളടക്കം, അത് CPMന്റെ തന്നെ ജനപ്രതിനിധികൾക്കടക്കം ഇത്തരമൊരു നിലപാടുണ്ട്. പക്ഷെ അതൊരു പരസ്യ നീക്കത്തിലേക്ക് വന്നിട്ടില്ലെന്ന് മാത്രം. കാരണം ജനങ്ങൾ ആ തരത്തിൽ ഈ വിഷയത്തിൽ കാണുന്നുണ്ട്. സംസ്ഥാനം നേരിട്ട ഈ ഒരു വലിയ ദുരന്തവും അതിന്റെ ദുരന്ത വ്യാപ്തിയുടെയും പശ്ചാത്തലത്തിലാണ് ആ തരത്തിലേക്ക് വിവാദങ്ങൾ പോവാതിരുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ സർക്കാർ അതിന്റെ തുടർ നടപടികൾ ഏറെക്കുറെ പരാതികളില്ലാതെ സ്വീകരിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ വിവാദം ഉയർന്നില്ല. പക്ഷേ ഇനി അങ്ങോട്ട് പ്രതിപക്ഷമടക്കം ഈ വിഷയങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും സർക്കാരിനൊരു വിശദീകരണം നടത്തേണ്ടി വരും.
തീർച്ചയായും പ്രളയാനന്തരം അത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള വിശകലനങ്ങളും വിമർശനങ്ങളും സ്വാഭാവികമാണ്. ഇത്ര വലിയ ദുരന്തമാണ് നമുക്ക് മുന്നിലൂടെ കടന്നുപോയത്, അത് കൈകാര്യം ചെയ്ത് ഗുണപരമായി തന്നെയാണോ എന്ന വിശകലനങ്ങൾ, ഏറ്റവും സൂക്ഷ്മമായ വിശകലനങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകും. അത്ര തന്നെ ശക്തമായിട്ടുള്ള വിമർശനങ്ങളും ഉണ്ടാകും. അക്കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഈ ഡാമുകൾ തുറന്നത് സംബന്ധിച്ചാണ്. ഡാമുകൾ തുറന്നത് വേണ്ടത്ര മുന്നറിയിപ്പുകൾ ഇല്ലാതെയാണ് എന്നത് വസ്തുതയാണ്. വേണ്ടത്ര മുന്നറിയിപ്പുകൾ ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ട് ആളുകൾക്ക്. പക്ഷേ അത് KSEBയുടേതും സർക്കാരിൻ്റേതും വിശദീകരണം ഈ പറയുന്ന ഇങ്ങനെ മാത്രം തുറക്കാനാകുന്ന, ഇത്ര മുന്നറിയിപ്പുകൾ മാത്രം കൊടുത്ത് തുറക്കാനാകുന്ന ഒരു അസാധാരണമായ സാഹചര്യമായിരുന്നു നമുക്ക് മുന്നിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇപ്പോഴത്തെ ദുരന്തം കുറെ കൂടെ വലുതായേനെ എന്ന വിശദീകരണമായിരിക്കും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത്. എന്തായാലും അത് രാഷ്ട്രീയമായിട്ട് തുടർ ചർച്ചകൾക്ക് വരും ദിവസങ്ങളിൽ, തുടർ വിമർശനങ്ങൾക്ക് വരും ദിവസങ്ങളിൽ ഉറപ്പായിട്ടും കാരണമാവുകയും ചെയ്യും.